പ്രിയപ്പെട്ട കുട്ടികളെ, അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമാണ് ഇന്ന് പഠിക്കുന്നത്. ഒരു നാടകമാണ്. നാടകം എന്ന് പറയുമ്പോൾ അതൊരു പരീക്ഷണ നാടകമാണ്. നാടകത്തിൻ്റെ ഏറ്റവും പുതിയ രൂപം, ഏറ്റവും പുതിയ മുഖം എന്ന് നമുക്ക് പറയാം. സാധാരണ നാടകങ്ങൾ പോലെയല്ല. ഈ നാടകങ്ങൾ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. കഥാപാത്രങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റേജിൽ നിന്നോ സ്റ്റേജിന് പുറകിൽ നിന്നോ കാണികൾക്കിടയിൽ നിന്നോ കടന്നു വരാം. അത്തരത്തിൽ ഇടയ്ക്ക് പാട്ടുണ്ടാകും. പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നാടകഗാനങ്ങളല്ല, അല്ലാത്ത സ്വഭാവമുള്ള ഗാനങ്ങളായിരിക്കാം. ഏതെങ്കിലും സാമൂഹിക വിഷയങ്ങൾ ജനശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരം നാടകങ്ങൾ എഴുതാറുണ്ട്. ഇപ്പം നമ്മളിപ്പോഴൊക്കെയുള്ള തെരുവ് നാടകങ്ങൾ അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ നാടകം രചിച്ചിരിക്കുന്നത് ഡോക്ടർ വയലാ വാസുദേവൻ പിള്ളയാണ്. നാടകത്തിൻ്റെ രചനയ്ക്കുള്ളൊരു കാരണം വനനശീകരണമാണ്. പരിസ്ഥിതിയോട് മനുഷ്യർ ചെയ്യുന്ന ദ്രോഹങ്ങൾ, അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, അതാണ് ഈ നാടകത്തിൽ സൂചിപ്പിക്കുന്നത്. മരങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോൾ കിളികൾക്ക് താമസിക്കാൻ സ്ഥലം ഇല്ലാതാകുന്നു, അവരുടെ കൂടുകൾ നഷ്ടപ്പെടുന്നു, അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല, അവർ ചത്തൊടുങ്ങുന്നു. അപ്പോൾ ആ വലിയൊരു വിപത്തിനെതിരെയുള്ള ശബ്ദമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് ഈ നാടകത്തിലുള്ളത്. ഇതിലെ പ്രധാന കഥാപാത്രം സൂത്രധാരൻ എന്നൊക്കെ നമുക്ക് പറയാം, പക്ഷിശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പരമസാത്വികനായ ഒരു സന്യാസിയെപ്പോലെയുള്ള ആളാണ്. ഗാന്ധിജിയുടെ പ്രതിരൂപം എന്നൊക്കെ നമുക്ക് പറയാം. അഹിംസയാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. അഹിംസ എന്ന് പറഞ്ഞാൽ എന്താ? ആരെയും ഉപദ്രവിക്കരുത്, ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരെ പോലും തിരിച്ച് ഉപദ്രവിക്കരുത്, ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാകണം, സ്നേഹവും കരുണയും പഠിപ്പിക്കുന്ന ഒരു വലിയ ഗുരുനാഥനാണ് പക്ഷിശാസ്ത്രജ്ഞൻ. പിന്നെ നമ്മൾ കാണുന്നത് കുറച്ച് കിളികളാണ്. ഈ കിളികളെല്ലാം ഈ ഗുരുവിൻ്റെ ശിഷ്യരാണ്. കിളികൾ അദ്ദേഹത്തെ അനുസരിക്കുന്നവ, അദ്ദേഹം പറയുന്നത് കേൾക്കുന്നവരാണ് അവർ. പിന്നെ വേറൊരാളുള്ളത് ഉടമ എന്ന പേരിൽ ഈ നാടകത്തിൽ വരുന്ന ഒരാളാണ്. അതും ഒരു കിളിയായിരുന്നു, ഈ ഗുരുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. പക്ഷെ അവൻ ഒരിക്കൽ ഇതെല്ലാം ഉപേക്ഷിച്ച് കൂടുതൽ ആഗ്രഹങ്ങൾ കൊണ്ട്, കൂടുതൽ കൊതിമൂത്ത് ഈ ഭൂമി വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിച്ച് പറന്നുപോയി. സ്വാർത്ഥനായ മനുഷ്യൻ്റെ പ്രതിനിധിയായാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത്. അവനെല്ലാം നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും എല്ലാം എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കിളി. സത്യത്തിൽ ഈ ഗുരു ഇപ്പോഴും ആ കിളിയെ, തൻ്റെ നഷ്ടപ്പെട്ട ശിഷ്യനെ അന്വേഷിക്കുന്നു. അവൻ വരാത്തതിൽ പരിഭവിക്കുന്നു. ബൈബിളിലൊക്കെ പറയാറുണ്ടല്ലോ അല്ലേ, 99 ആടുകൾ കൂടെ ഉണ്ടെങ്കിലും ഇടയ്ക്ക് നഷ്ടപ്പെട്ട ഒരു ആടിനെ അന്വേഷിച്ച് പോകുന്ന ഒരു ഗുരുനാഥനെ നമുക്ക് അവിടെ കാണാം. ഏതാണ്ട് ആ ഗുരുവിൻ്റെ മുഖമാണ് ഈ പ്രിയപ്പെട്ട ഗുരുവിനും. ഇതിൽ 1-2 മഹാഭാരത കഥാസന്ദർഭങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് നാടകത്തിലേക്കൊന്ന് പ്രവേശിക്കാം. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. വഴിവക്കിലെ അരയാൽ ചോടാണ് സ്ഥലം. സ്റ്റേജ്, ഇപ്പം നമ്മൾക്കറിയാം നാടകമാണെങ്കിൽ ഒരു രംഗം വേണം, സ്റ്റേജ് വേണം. ഇത് ഒരു അരയാൽ ചോടാണ്, അരയാലിൻ്റെ ചൂട്. പുറകിൽ നിബിഡമായിരുന്ന വനം വെട്ടിത്തെളിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. ആ അരയാലിൻ്റെ പുറകിലുള്ളത് കാട് വെട്ടിത്തെളിച്ച അടയാളങ്ങളാണ്. പാതിയായ അല്ലേ, ഈ കുറ്റികൾ പോലെയുള്ള മരക്കുറ്റികളൊക്കെ ഉണ്ടാവാം. ഒരു കാടുണ്ടായിരുന്നു, ഇപ്പോൾ കാടില്ല. ചുറ്റും വെളുത്ത പൂക്കൾ, അരയാൽ മരത്തിന് ചുറ്റും വെളുത്ത പൂക്കളുണ്ട്. ഇതാണ് അപ്പോൾ ഒരു സമാധാനവും ശാന്തിയും ഒക്കെയുള്ള ഒരു നല്ല അന്തരീക്ഷം. വിശാലമായി വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരത്തിൻ്റെ താഴ്ന്ന കൊമ്പുകളിലും ചുവട്ടിലുമായി ഒട്ടനവധി വെളുത്ത പക്ഷികൾ, പക്ഷിവേഷക്കാർ, പക്ഷിയുടെ വേഷം ധരിച്ചവർ ശബ്ദമുണ്ടാക്കി രസിച്ചും പാടിയും കഴിയുന്നു. ചിലപ്പോൾ കൊക്കുരുമുന്നു. കുറേ അധികം കിളികളുണ്ട്. അവർ സമാധാനത്തോടെ കളിക്കുന്നു, ചിരിക്കുന്നു, കൂട്ടുകൂടുന്നു. പക്ഷിശാസ്ത്രക്കാരൻ പ്രവേശിക്കുന്നു. പക്ഷിശാസ്ത്രക്കാരൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു, അന്ധൻ. അദ്ദേഹത്തിന് കാഴ്ചയില്ല, അകക്കണ്ണുണ്ട്, ഉള്ളിൽ കാഴ്ചയുണ്ട്, പക്ഷേ കണ്ണുകളുണ്ട്, കാഴ്ചയില്ല. തേജസ്സാർന്ന മുഖം, നല്ല തെളിച്ചമുള്ള സന്യാസിയുടേത് പോലെയുള്ള മുഖം. തൻ്റെ ചിറകിനുള്ളിലെ പക്ഷികളിൽ ഒന്നിനെ കാണാതെ പോയ ദുഃഖം പലപ്പോഴും പ്രകടിപ്പിച്ചു പോകുന്നു. ഈ കിളികളൊക്കെ കൂടെയുണ്ടെങ്കിലും ഈ ഗുരു തനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന, തന്നിൽ നിന്ന് അകന്നുപോയ ധൂർത്തനായൊരു കിളിയെയാണ് കാത്തിരിക്കുന്നത്. അവൻ വരാത്തതിൽ വേദനിക്കുകയാണ്. അവൻ നഷ്ടപ്പെട്ടതിൽ സങ്കടപ്പെടുകയാണ്. അതാണ് ഞാൻ ആ ബൈബിൾ പശ്ചാത്തലം
പറഞ്ഞു. പക്ഷിശാസ്ത്രക്കാരൻ. കൂട്ടം തെറ്റി പറന്നുപോയ കിളി ഇനിയും കൂടണഞ്ഞില്ലല്ലോ, അവൻ തിരിച്ചു വന്നില്ലല്ലോ. പിണങ്ങി പിരിഞ്ഞ് സ്വയം ചിറകറുത്തെറിഞ്ഞ് ഓടിപ്പോയതല്ലേ, എന്നെങ്കിലും തിരിച്ചു വരാതിരിക്കില്ല, ഒരു കിളി മറുപടി പറഞ്ഞു. അവൻ ഇവിടെ നിന്ന് പോയതാണ്. പ്രായം കൂടുന്തോറും ഞാൻ കൂടുതൽ കാണുന്നു, അന്ധത ഏറി വരുംതോറും അകത്ത് പ്രകാശം. വളരെ ദാർശനിക ഗൗരവമുള്ള വാക്കുകളാണ് അതൊക്കെ കേട്ടോ, ആ സന്യാസിയുടെ വാക്കുകൾ, പ്രവചന സ്വഭാവമുള്ള വാക്കുകൾ. എന്താ പ്രവചനം? മുൻകൂട്ടി പറയാൻ കഴിയുന്ന അവസ്ഥ, കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറയാൻ കഴിയുന്ന അവസ്ഥ. അദ്ദേഹം പറയുന്നു, ഞാൻ വയസ്സനായിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ എനിക്ക് കൂടുതൽ അകക്കണ്ണ് കൂടുതൽ, ഞാൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ജ്ഞാനം കൂടിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് അറിവ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. എൻ്റെ മനസ്സിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ പലതും തിരിച്ചറിയാൻ തുടങ്ങുന്നു. കിളികൾ, അങ്ങയുടെ പ്രവചനം തെറ്റാറുമില്ലല്ലോ, അങ്ങ് പറയുന്നതൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. പക്ഷിശാസ്ത്രജ്ഞൻ, അവൻ വരും എന്നെങ്കിലും, എൻ്റെ അന്ത്യം കാണാനെങ്കിലും. കതിർക്കുല കൊത്തി നുണയ്ക്കാഞ്ഞ് നിങ്ങളെല്ലാം തളർന്നു അല്ലേ, ഞാനും തളർന്നു. കതിർക്കുല, നെൽക്കതിർക്കുലകൾ കൊത്തി തിന്നാൻ പറ്റാത്തതിനാൽ നമ്മൾ തളർന്നു പോയി, വിശക്കുന്നു. ഇന്നലെ നമ്മൾ ഒത്തിരി നേരം പറന്നില്ലേ, ഓർമ്മയിൽ ആഹ്ലാദിച്ച്. എവിടെല്ലാം പോയി? ആ തേനരുവിയുടെ ഉത്ഭവസ്ഥാനത്ത്, തെളിനീർ തടാകത്തിലെ കുളി അവർ ഓർക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവർക്ക് എന്ത് രസമായിരുന്നു. തെളിനീർ തടാകം, നല്ല തെളിഞ്ഞ വെള്ളം. തേനരുവി, തെളിഞ്ഞ നദി, തേനൊഴുകുന്ന നദി, ആലങ്കാരികമായി പറയാണ്. കിളികളെല്ലാം തത്തി അയാൾക്ക് അടുത്തെത്തുന്നു. സന്തോഷമുള്ള കാര്യമല്ലേ പറയണത്. അപ്പോൾ അവർ ഓടി വന്നു. ആഹ്ലാദപൂർവ്വം ചിറക് വിടർത്തി ആടി ചുറ്റും ഒതുങ്ങിയിരിക്കുന്നു. അവർ കുറച്ച് നേരം നൃത്തം ചെയ്തു, പിന്നെ അനങ്ങാതെ അവിടെ തന്നെ വന്നിരുന്നു കേൾക്കാൻ വേണ്ടി. സാഗരങ്ങൾ 7 കടന്നു, 7 കടലും കടന്നു, ലോകം മുഴുവൻ ചുറ്റി. എന്നിട്ടും കൂട്ടം തെറ്റിയ കിളിയെ കണ്ടില്ലല്ലോ. ഗുരുവിൻ്റെ സങ്കടം അതാണ്. നാട്ടാരുടെ ഭാഗ്യം പറഞ്ഞും നാട്ടുവെളിച്ചത്തിൽ തപ്പിത്തടഞ്ഞും നടന്ന് പറന്ന് തെണ്ടികളുടെ പറുദീസയിൽ ഉറങ്ങി. നോക്കൂ, നാട്ടാരുടെ ഭാഗ്യമാണ് അവർ പറഞ്ഞത് കേട്ടോ, കുറ്റമല്ല, നല്ലത് പറഞ്ഞു. തപ്പിത്തടഞ്ഞു. തെണ്ടികളുടെ പറുദീസ, തെണ്ടികളുടെ സ്വർഗം, ദരിദ്രരോടൊപ്പം, അനാഥരോടൊപ്പം, വീടില്ലാത്തവരോടൊപ്പം ഉറങ്ങി. പട്ടിണിക്കാരൻ്റെ അത്താഴമുണ്ടോ, ദരിദ്രനൊപ്പം കഴിഞ്ഞു. സാധാരണക്കാർക്കൊപ്പം, അധ്വാനിക്കുന്നവർക്കൊപ്പം ജീവിച്ചു. ഒഴിഞ്ഞ പാത്രത്തിലൊരു ചീരയില, നമുക്കത് മൃഷ്ടാന്ന ഭോജനം, വയറ് നിറച്ചുള്ള ഭക്ഷണം. ഒഴിഞ്ഞ പാത്രത്തിലെ ചീര മതി നമുക്കത് ധാരാളം മതി. അവർ കഴിച്ചതിന് ശേഷം ബാക്കി എന്തെങ്കിലും നമുക്ക് കിട്ടിയാൽ മതി, നമ്മൾ സന്തുഷ്ടരാണ്. നമ്മൾ അത്ര ഒതുങ്ങി ലളിത ജീവിതം നയിക്കുന്നവരാണ്. ഇവിടെ അക്ഷയപാത്രത്തിൻ്റെ സൂചനയുണ്ട്. പഞ്ചപാണ്ഡവരുടെ ഭാര്യയായ പാഞ്ചാലി, അവരുടെ കയ്യിലുണ്ടായിരുന്ന പാത്രമാണ് അക്ഷയപാത്രം. അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ഉണ്ടാവില്ല, ആര് വന്നാലും ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ പരീക്ഷിക്കാനായി ഒരിക്കൽ ദുർവാസാവ് മഹർഷി വരുന്നു. അപ്പോഴേക്കും പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതുകൊണ്ട് ഒന്നും കൊടുക്കാനില്ല. അവർ പരിഭ്രാന്തരാകുന്നു. കുളി കഴിഞ്ഞ് വരുന്നു. ദുർവാസാവ് ഭക്ഷണം അന്വേഷിക്കും എന്നവർക്കറിയാം. ശ്രീകൃഷ്ണൻ പാഞ്ചാലിയെ സഹായിക്കുന്നു. ദുർവാസാവ് തിരിച്ചു വരുമ്പോൾ ചീരയില മാത്രമാണ് ബാക്കിയുണ്ടായത്. അതുകൊണ്ട് തന്നെ ദുർവാസാവ് ഭക്ഷണമൊന്നും കഴിക്കാതെ വയർ നിറഞ്ഞ് മടങ്ങിപ്പോകുന്ന ഒരു പുരാണ കഥാസന്ദർഭ സൂചന ഇവിടെ ഉണ്ട്. കൃത്യമായിട്ട് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിനിടയ്ക്ക് ജസ്റ്റ് പറഞ്ഞു പോകണേ ഉള്ളൂ. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാനതിൻ്റെ വിശദീകരണം തരാം. ഇവർ പറയുന്നത് അതാണ്, അവസാനം കിട്ടുന്ന ഒരു ചീരയില മതി, പക്ഷെ നമുക്കതും സന്തോഷമാണ്. ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ, ഓണം ഉള്ളതുകൊണ്ട് ഓണം എന്ന് പറയില്ലേ, അതുപോലെ കഴിഞ്ഞു പോകാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട്. കിളികളുടെ താളാത്മകമായ ശബ്ദം മറുപടി എന്ന വണ്ണം കേൾക്കുന്നു. അവരിപ്പോൾ സന്തോഷത്തിലാണ്. അവരൊരു യാത്രയെ അനുസ്മരിക്കുന്നു. ആ യാത്രയിൽ കിട്ടിയ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. നല്ല കിളികൾ, നല്ലത് പറയുന്ന, സാധുക്കളോടൊപ്പം കഴിയുന്ന നല്ല കിളികളാണ് അവർ. ഒരു കിളി, വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് വയലുകളിൽ വെടിവെക്കാൻ ആളുണ്ടായിരുന്നു. അതിന് മുകളിൽ കൂടി പറന്നപ്പോൾ എൻ്റെ ചിറകിന് വെടിയേറ്റു, എന്നിട്ടും തളരാതെ പറന്നു. നോക്കൂ, ഗോതമ്പ് വയലിന് മുകളിൽ കാവൽക്കാരുണ്ട്, അതുകൊണ്ട് വെടിയേറ്റെങ്കിലും ഞാൻ പറന്നു. ഒരു സങ്കടം പറഞ്ഞതാണ് പക്ഷിശാസ്ത്രജ്ഞൻ. ഉദയകിരണങ്ങളെപ്പോലെ അല്ലേ,
സൂര്യൻ്റെ പ്രഭാതരശ്മികളെ പോലെ പറന്നു. അമ്പേറ്റ് മുറിവേറ്റ് പറക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. ഒടുവിൽ കൂടെത്തി. പക്ഷെ എവിടെ ചേക്കേറും? എവിടെ താമസിക്കും? വനമെല്ലാം ആരോ വെട്ടിത്തെളിച്ചു. അവർ വന്നപ്പോഴാണ് ഈ അരയാൽ മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നും കാണാനില്ല. ചുറ്റും നടന്ന് ഈ വെളുത്ത പൂക്കൾ മാത്രം. വിശപ്പിന് നമ്മളൊന്നും കരുതിയില്ലല്ലോ. അതെ, വാരിക്കൂട്ടാൻ മറന്നുപോയവർ, ആർത്തിയില്ലാത്തവർ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവർ, കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കാത്തവർ, വിതയ്ക്കാൻ മണ്ണില്ലാത്തവർ, ഒന്നും സ്വന്തമായില്ലാത്തവർ, കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കാത്തവർ, എന്നിട്ടും വിശക്കുന്നു. കിളികളുടെ കരച്ചിൽ. എന്താണ് മാർഗം? എവിടെ താവളം? കാർന്നു തിന്നുന്ന വിശപ്പിൽ നിന്ന് മോചനം. എങ്ങനെ രക്ഷപ്പെടും? കിളികൾ. അടുത്തെങ്ങാനും വിളഞ്ഞു കിടക്കുന്ന പാടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? എല്ലാവരും ആൽത്തറയിൽ കയറി നിന്ന് കഴുത്ത് നീട്ടി നാലുപാടും നോക്കുന്നു. പക്ഷിശാസ്ത്രജ്ഞൻ അതാ അന്ധനായതിനാൽ വായുവിൽ തപ്പി അകലെ ലക്ഷ്യമാക്കി ആ കുന്നിൻ പുറം. വിളഞ്ഞു നിൽക്കുന്ന കതിർക്കുലകൾ. പോകിൻ, കൊത്തി നുണയ്ക്കിൻ, അന്തിക്ക് മുമ്പേ ചേക്കേറണം. തൻ്റെ കിളികളോട് പറയാം, വേഗം പൊയ്ക്കോളൂ, സന്ധ്യയ്ക്ക് മുമ്പ് വരണം. അതാരുടേതാ? ഈ ഭൂമിയാകെ നമ്മുടേത്. വന്യഭൂമിയിൽ ഏതോ താപസൻ നമുക്കായി വിതച്ച വരിനെല്ല് 1000 മേനി വിളഞ്ഞു നിൽക്കുന്നു. ചന്തമുള്ള കതിർക്കുലകൾ. അത് ആരുടെയും സ്വന്തമല്ല എന്നാണ്, അത് നമ്മുടെയാണ്. വന്യഭൂമിയിൽ, ഈ വനഭൂമിയിൽ ആരോ നമുക്ക് വേണ്ടി പാകപ്പെടുത്തിയതാണ്. അത് ആരുടെയും സ്വന്തമല്ല, നമ്മുടേതാണ്. അതെ, പഴുത്ത നെൽക്കതിർ തെന്നലിൽ തലയാട്ടി ചൂളം വിളിച്ച് കളിക്കുന്നു. തെന്നൽ ചെറിയ കാറ്റ് വീശുമ്പോൾ കതിർക്കുലകൾ ഊയലാടുന്നു. നിങ്ങൾക്ക് കൊതി തോന്നുന്നില്ലേ? കാട്ടരുവിയുടെ കളഗാനം കേട്ട് പറന്നുയരിൻ, പോയി വരിൻ, കൊണ്ടുവരിൻ, നിങ്ങൾ വിതച്ചത് കൊയ്തുവരിൻ. ആനന്ദ നൃത്തം ചെയ്യുന്നു. പാടത്തിനുടമയെങ്ങാനും അറിഞ്ഞാൽ, എവിടെയെങ്കിലും കെണി വെച്ചിട്ടുണ്ടെങ്കിൽ? ഈ മലയോരത്ത് കെണി വെക്കുന്നതാര്? നോക്കത്താത്ത നീലിമയാർന്ന വനം. അതിനപ്പുറം നമുക്കായി വിതച്ച നെന്മണി. വിതച്ചതെല്ലാം വിളഞ്ഞിട്ടുണ്ടല്ലോ. കിളികളെല്ലാം സന്തോഷപൂർവ്വം ശബ്ദമുണ്ടാക്കി പറന്നുയർന്ന് വീണ്ടും വന്ന് പക്ഷിശാസ്ത്രക്കാരന് ചുറ്റും ഇരിക്കുന്നു. മക്കളെ, പോകിൻ, എനിക്കൊരു ചാൺ കൂടി പറക്കാനാവതില്ല. അദ്ദേഹം അവശനാണ്. ഞാൻ ആകെ തളർന്നു. ഈ പൊരിവെയിലിൽ മലയോരത്തെ കാട്ടരുവി വറ്റിയോ എന്നറിഞ്ഞു പോരണം. കാരണം മരങ്ങൾ വെട്ടി മുറിച്ചല്ലോ, കാട്ടരുവികൾ വറ്റിപ്പോകും. കാട്ടരുവിയിൽ നനവുണ്ട്, ചെറു കൊക്കൊന്നു നനയ്ക്കാൻ ജലമുണ്ട്. കണ്ടോ, വറ്റിപ്പോയി, അല്പം വെള്ളം ബാക്കിയുണ്ട്. ഒരു പ്രതീക്ഷയാണത്. എങ്കിൽ തളരാതെ പറന്നുയരിൻ, കുഞ്ഞി ചിറക് വിടർത്തിപ്പോകിൻ, പെരുവഴി ഇരുളാണെങ്കിലും ഒന്നിച്ചു പറക്കുവിൻ. ഒരുമ വേണം. നിങ്ങൾ പോകുന്ന വഴിക്ക് ഇരുട്ടാണ്, പക്ഷേ നിങ്ങൾ ഒന്നിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനാവും. മിന്നി മിനുങ്ങും ഹൃദയത്തിൽ വെളിച്ചം ഒന്നായി ഒഴുക്കുവിൻ. എന്തൊരു ചൂട്! ചിറകെല്ലാം കരിയുന്നു, മനം ഉരുകുന്നു. അതും മരം വെട്ടിയതുകൊണ്ടാണ് കേട്ടോ അത്ര ചൂട്. എങ്കിലും നമുക്ക് തണലേകിയ വനം വെട്ടിയത് ആരായിരിക്കും? നമ്മുടെ താവളത്തിൻ്റെ വേര് തോണ്ടുന്ന രാക്ഷസന്മാർ. ആരാത്? മനുഷ്യരാണ്, സ്വാർത്ഥരായ മനുഷ്യർ. പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ എല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സ്വാർത്ഥനായ രാക്ഷസനാണ് മനുഷ്യൻ. ഭൂമി എല്ലാവരുടെയും ആണ്, ഭൂമിയുടെ അവകാശികൾ എല്ലാവരുമാണ് എന്ന് മനസ്സിലാക്കാത്ത മണ്ടനായ മനുഷ്യൻ. മണ്ടനാകുന്നത് എന്തുകൊണ്ടാണ്? നാളെ ഇവിടെ അവനും സ്ഥലമുണ്ടാകുന്നില്ല, അതവൻ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ മണ്ടനുമാണ്. ഒരു കിളി, അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. കിളികൾ, അതെ, കൂരമ്പുമായി. കൂരമ്പ് കൂർത്തമ്പ്. കൂർത്ത നോട്ടവുമായി. കണ്ടോ, ഇരുളത്തിഴഞ്ഞു നടക്കുന്നവൻ, നമ്മെ പിളർക്കുവാൻ, നമ്മെ വിഴുങ്ങുവാൻ. പക്ഷിശാസ്ത്രജ്ഞൻ, അവൻ്റെ അത്താഴത്തിന് രുചി കൂട്ടുവാൻ, നമ്മളെ കൊന്നു തിന്നാൻ. വിരുന്നിന് വിഭവം കൂട്ടി സൽകീർത്തി നേടുവാൻ. അവൻ്റെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ വിശിഷ്ടമായ വിഭവങ്ങൾ കൊടുത്ത് വലിയ അതിഥി സൽക്കാര പ്രിയൻ എന്ന് പേര് കേൾപ്പിക്കാൻ. കിളികളോട്, നിങ്ങൾ അവൻ്റെ വഴി ഒഴിഞ്ഞു പോകുവിൻ. എൻ്റെ പൊന്നും കൂടങ്ങളെ, ഈ നനുത്ത അടിവയറിൽ അവൻ്റെ വിഷമുനയേറ്റാൽ.
ഗുരുവിന് ആലോചിക്കാനേ വയ്യ. നേരത്തെ പറഞ്ഞല്ലോ, അമ്പേറ്റ കിളി പറന്നപ്പോൾ ഉദയകിരണങ്ങളെ പോലെ വന്നു ചുവന്ന് തൊടുത്ത് കിളികൾ. ഇല്ല, ഞങ്ങൾ സൂക്ഷിച്ചോളാം. ഞങ്ങളുടെ ചിറകടി കൊണ്ട് ഈ പൊരിവെയിലിൽ അവനും കുളിർമ നൽകും. എത്ര നല്ല കിളികൾ! ശത്രുവിന് ചതിക്കാനും കെടിവെക്കാനും ഇരിക്കുന്ന ശത്രുവിനും ഞങ്ങൾ തണുപ്പ് നൽകും. ഞങ്ങളുടെ ചിറകുകൾ അവനും തണല് നൽകും. ഈ ഗുരുവിൻ്റെ ശിഷ്യർ അത്ര നല്ല മനസ്സുള്ളവരാണ്. നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക, അതൊരു വലിയ സന്ദേശമാണ് കേട്ടോ. നമ്മളെ സഹായിച്ചവരെയും ഉപദ്രവിച്ചവരെയും സഹായിക്കുക, ഉപാധികളില്ലാതെ കരുണ കാണിക്കുക എന്നാണ്. മരം ചെയ്യുന്നതും അതാണ്. മരം വെട്ടാൻ വരുന്നവനും വെള്ളമൊഴിക്കുന്നവനും മരം തണൽ നൽകുന്നു, ഈ ഗുരുവിനെ പോലെ. കൊള്ളക്കാർ മരം വെട്ടി കയറുന്നത് കണ്ട് നമ്മൾ മരം മാറി കൂടുകൂട്ടി. ഒടുവിൽ ഈ ഒറ്റ മരത്തിലെത്തി. ഇപ്പോൾ അതിൻ്റെ കമ്പും വെട്ടിത്തുടങ്ങി. ആവാസം നഷ്ടപ്പെടുകയാണ്. ഇനി ഒരു നാൾ അന്തിയിൽ നാം ചേക്കേറാനെത്തുമ്പോൾ ഇതും വേരറ്റു വീണിരിക്കും. ഭാവിയിൽ അനിശ്ചിതമായ ഭാവി അവരെ ഭയപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ എവിടെ കൂടുകൂട്ടും? പക്ഷിശാസ്ത്രജ്ഞൻ ആലോചിച്ച് പ്രവാചകനെ പോലെ അലറുന്ന കടലിൽ തിരയ്ക്കു മുകളിൽ, അല്ലേ? ഇവിടെ സ്ഥലമില്ലെങ്കിൽ കടലിൽ കൂടുവയ്ക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭാവിയിൽ കിളികൾ സന്തോഷമായി, അല്ലേ? അവർക്കൊരു പ്രതീക്ഷയായി. ആടും തിരകളിൽ കൂടുകെട്ടി കൊക്കിനുള്ളിൽ കൊക്കുരുമ്മി നിന്നെപ്പാടിയുറക്കും ഞാൻ, നിന്നിലലിഞ്ഞു മയങ്ങും ഞാൻ. ഒരു കിളി. അപ്പോൾ കടലിളകി കൂട് പൊളിഞ്ഞ് നിന്റെ ഉറക്കം തീരില്ലേ? നിന്നെ തിരകൾ വിഴുങ്ങില്ലേ? പെട്ടെന്ന് ഗുരു എന്താ പറഞ്ഞത്? അപ്പോൾ കടലിനടിയിൽ മുത്തുച്ചിപ്പിയിൽ ഒത്തിരിയാണ്ട് കഴിഞ്ഞുണരും ഞാൻ, മുത്തായി പവിഴമായി ദുഃഖത്തിൻ നിഴലായി വെളിച്ചത്തിനുറവയായി വരുമല്ലോ ഞങ്ങൾ വിണ്ണിൻ മക്കൾ. നിങ്ങൾ ഒരിക്കലും നശിക്കുകയില്ല. ഏതോ അനന്തതയിൽ നിന്ന് ഞങ്ങൾ പറന്നു വന്ന് നിങ്ങളെ രക്ഷിക്കും. ഗുരു പറയുന്നതാണ്, ഗുരു നൽകുന്ന പ്രതീക്ഷയാണ്. ഏതിരുട്ടിലും ഞാനുണ്ട്, ഏത് മരുവിലും ഞാനുണ്ട്. ഹായ് വിണ്ണിൻ മക്കൾ, ആ വാക്ക് അവർക്ക് ഇഷ്ടമായി. സ്വർഗത്തിൻ്റെ മക്കൾ എന്നാണ്, ആകാശത്തിൻ്റെ മക്കൾ. എന്നിട്ടും ഞങ്ങൾക്ക് വിശക്കുന്നല്ലോ. എനിക്കും വിശക്കുന്നു. പോയി വരിൻ, കൊയ്തുവിരൻ, കൊയ്തുവരിൻ, നമ്മൾ വിതച്ചത് കൊയ്തുവരിൻ. നമുക്ക് പോയി വരാം. അന്തിച്ചോപ്പ് കാണുന്നതിന് മുമ്പ് കൂടെത്തണം. പാടത്തിനുടമയെ കണ്ടാൽ അന്തിച്ചോപ്പ് വൈകുന്നേരം ആകുന്നതിന് മുമ്പേ വരണം. നമുക്ക് വട്ടമിട്ട് അയാൾക്ക് ചുറ്റും പറന്ന് ആ സ്വർണ്ണക്കിരീടം കൊത്തിയെടുത്ത് പൊങ്ങിപ്പറക്കാം. അവൻ്റെ സ്വർണ്ണക്കിരീടം കൊണ്ടുപോകാം, അവൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നം കൊണ്ടുപോകാം. എല്ലാവരും കൂടി ഓരോ കൊത്ത്. അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവിൽ. നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മുടെ ചിറകുകൾ കൊണ്ട് അവന് തണൽ നൽകാമെന്ന്. പക്ഷേ ഇപ്പോൾ ഈ കിളികളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ആ ഒരു ക്ഷമയും കരുണയും പോയി. അപ്പോൾ അവർ പറയാണ് നമുക്കവനെ കൊത്തി വീഴ്ത്താം എന്നാണ്. പക്ഷെ ഗുരു സമ്മതിക്കില്ലല്ലോ. അയ്യോ വേണ്ട, എൻ്റെ പൊന്നും കുടങ്ങളെ കൊത്തണ്ട, ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട. ഞങ്ങൾ എന്ത് ചെയ്യണം? കതിർമണി കൊത്തിക്കൊണ്ടുവരിൻ, പാടൻ കിളികൾക്ക് വരിനെല്ല് നൽകി സ്തുതി പാടുവിൻ, എനിക്കും അതിലൊരു കതിരുമായി പറന്നെത്തുവിൻ. മറ്റുള്ളവർക്ക് നൽകൂ, നിങ്ങളും കഴിക്കൂ, ഒരു കതിർ എനിക്കും കൊണ്ടുവരൂ. അവരെ ആശീർവദിച്ച് പറഞ്ഞയക്കുകയാണ് അദ്ദേഹം. കിളികൾ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കലപില ശബ്ദമുണ്ടാക്കുന്നു. അതുവരെ ഞാനിവിടെ ഇരിക്കും, ഈ ആകാശത്തിന് കീഴിൽ. ഭൂമി ഇത്തിരി മണ്ണല്ലേ, അത് നമുക്കല്ലേ. കിളികൾ അതെ അതെ, ചിറക് വിടർത്തി തത്തി തത്തി കളിക്കുന്നു. വൈകരുത്, വരാൻ വൈകരുത്, ഞാനീ കാട്ടിൽ ഒരിടത്തുണ്ടാവും ഒറ്റയ്ക്ക്. ആ കുന്നിൻ മുകളിൽ നീലാകാശം നോക്കിയിരിക്കും, പ്രാർത്ഥനയിൽ, ധ്യാനത്തിൽ. നമ്മുടെ കൂട്ടം തെറ്റിപ്പോയ കിളിയെ ഓർത്ത്. നോക്കൂ, വീണ്ടും അദ്ദേഹം അത് തന്നെ പറയുന്നു. ഞങ്ങൾ എളുപ്പം വരാം. പക്ഷിശാസ്ത്രജ്ഞൻ. ചിറകുവെച്ച ചിന്തകൾ, തീപിടിച്ച സ്വപ്നങ്ങൾ. എന്താ അത്? ചിന്തകളും അദ്ദേഹത്തിന് പറക്കാൻ പറ്റുന്നില്ല, പക്ഷെ മനസ്സിൽ നിറയെ ചിന്തകൾ പറക്കുകയാണ്. തീപിടിച്ച സ്വപ്നങ്ങൾക്ക് തീ പിടിച്ചിരിക്കുന്നു. കാരണം ഇടം നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവർക്കും ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്കും ഇടം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ആ മനസ്സ് വേദനിക്കുന്നു. മാത്രമല്ല വരുന്ന കാലം മുൻകൂട്ടി കാണാനും അദ്ദേഹത്തിന് കഴിവുണ്ട്. ഉയർന്ന തലത്തിൽ കയറി നിന്ന് അവർ പാടത്തിനൊത്ത് നടുക്കെത്തട്ടെ, പറന്ന് താണ് കൊത്തട്ടെ, ഞാൻ കുന്നിൻ മുകളിൽ ഒറ്റയ്ക്കൊരു നിമിഷം ധ്യാനം. അദ്ദേഹം
നടന്നു മറയുന്നു. അല്പനേരം കഴിഞ്ഞ് പാടത്തിൻ്റെ ഉടമ ഭീകര താളത്തിൽ പാഞ്ഞെത്തുന്നു. അമ്പും വില്ലുമുണ്ട്. ഉടമ: കതിരരിയുന്ന കിളികളെ പറത്തിവിട്ടവൻ എവിടെ? കതിരരിഞ്ഞ് എൻ്റെ കതിര് മുഴുവൻ അരിഞ്ഞു വീഴ്ത്താൻ ആ കിളികളെ പറഞ്ഞു വിട്ടവൻ എവിടെയാണ്? ഒരു നിമിഷം എൻ്റെ കണ്ണു തെറ്റിയപ്പോൾ എല്ലാം തീർന്നു. ഹേയ് പക്ഷിശാസ്ത്രക്കാരാ, ഓഹോ, അവിടെ ധ്യാനത്തിലാണോ? പുറകുവശത്തേക്ക് ഓടിപ്പോകുന്നു. നിമിഷങ്ങൾക്കകം പക്ഷിശാസ്ത്രക്കാരനെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവരുന്നു. പക്ഷിശാസ്ത്രജ്ഞൻ: നിന്റെ കയ്യിൽ കൂരമ്പോ? വെള്ളപ്പൂക്കളോട്: എൻ്റെ കുഞ്ഞോമനകളെ. ഉടമ വില്ലിൽ അമ്പ് തൊടുത്തുകൊണ്ട്: കൂട്ടുപൊളിച്ചൻ പാടമരിഞ്ഞു തകർക്കാൻ കൂട്ടായി പാടിപ്പോയത് നിൻ പക്ഷി, നിന്നീണം, നിന്നാദം, നിന്നൂർജം. നീ തന്നെയാണ് നിൻ്റെ ചങ്ങാതിമാരെ, നിൻ്റെ ശിഷ്യരെ എൻ്റെ പാഠം നശിപ്പിക്കാനായി പറഞ്ഞു വിട്ടത്. പക്ഷിശാസ്ത്രജ്ഞൻ: അതിന് നീ നിന്നെ അല്ലാതെ മറ്റാരെ? നിന്റെ പക്ഷികൾ പറന്നുപോയില്ലേ? അതെ, അവ 1000 ചിറകുകളോടെ പാടി പറന്നുയർന്നു മലകൾക്കുമപ്പുറം വിളഞ്ഞു കിടക്കുന്ന പാടം തേടിപ്പോയി. അവയും എൻ്റെ പാടങ്ങൾ, ഇതെല്ലാം എൻ്റേത് മാത്രമാണ്. സ്വാർത്ഥനായ മനുഷ്യനാണ് ഉടമ. പക്ഷിശാസ്ത്രജ്ഞൻ ഭൂമിയാണ് കേട്ടോ. പക്ഷിശാസ്ത്രജ്ഞൻ പ്രകൃതിയാണ്, പ്രപഞ്ചമാണ്. അതെ, എല്ലാം കൊത്തി നുണച്ച് കൊക്കുരുമ്മി കൂത്താടിപ്പറന്ന് ഓരോരുത്തരും എനിക്കൊരു കതിരുമായിട്ടൊഴുകി വരും. ഉടമ: അന്ന് നീ അവരുടെ ഫലം പറയാനില്ലെങ്കിലോ? ഫലം പറയുക, പ്രവചനം. അദ്ദേഹം പറയുന്നു: ഈ തൂണിലും തുരുമ്പിലും വെളുത്ത പുഷ്പങ്ങളിലും കിഴക്കുതിച്ച ധ്രുവനക്ഷത്രത്തിലും ഞാൻ അവരുടെ ഫലം കൊത്തിവെച്ചിട്ടുണ്ടല്ലോ. തൂണിലും തുരുമ്പിലും അല്ലേ ഈശ്വരനുണ്ട് എന്ന് പറയില്ലേ, അതുപോലെ ഇവിടെ എല്ലാം ഉണ്ട്. ഞാനില്ലെങ്കിലും അവർ സത്യം അറിയും. പൂക്കളും കിളികളും അത് പാടിപ്പരത്തും. നിന്റെ ചുറ്റും കാണുന്ന ഈ വെളുത്ത പൂക്കൾ മൊട്ടായിരിക്കുമ്പോഴേ എൻ്റെ മനോരാജ്യം അറിഞ്ഞിരിക്കുന്നു. എൻ്റെ ഹൃദയം അറിഞ്ഞവരാണ് വെളുത്ത പൂക്കൾ. വെളുത്ത പൂക്കൾ നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ശുഭപ്രതീക്ഷയുടെയും അടയാളമാണ്. അതെ, നിൻ്റെയും എൻ്റെയും, എൻ്റെ മാംസത്തിൽ ആഴ്ന്നിറങ്ങുന്ന കൂരമ്പിൻ്റെയും. വരൂ, നമുക്ക് ധ്യാനിക്കാം. ഉടമ ചിരിച്ച്: ആരെ? നിന്നെ, എന്നെ, ഈ പച്ചക്കാടിനെ, ഇവിടുത്തെ നദികളെ, മലകളെ, മനുഷ്യരെ. ധ്യാനനിരതനായ വൃക്ഷത്തിൻ്റെ പുറകിലേക്ക് പോകുന്നു. ഉടമ അത് നോക്കി നിൽക്കുന്നു. ഉടമ വീണ്ടും ധ്യാനത്തിൽ തന്നെ ഈ കൂരമ്പ് ഏൽക്കട്ടെ. പക്ഷിശാസ്ത്രക്കാരൻ്റെ നേർക്ക് അമ്പയക്കുന്നു. പല അമ്പുകൾ ആവനാഴിയിൽ നിന്നെടുത്ത് എയ്തതിനു ശേഷം: അങ്ങനെ പിടഞ്ഞു മരിക്കട്ടെ എൻ്റെ ഗുരു പോലും. പക്ഷിശാസ്ത്രക്കാരൻ്റെ ദയനീയമായ വിലാപം കേൾക്കാം, കരച്ചിൽ. അദ്ദേഹം കരയുകയാണ്. നിമിഷങ്ങൾ കഴിഞ്ഞ് ഉടമ ചുറ്റുമുള്ള പൂക്കളെ നോക്കി. ഉടമ: ഇനി ഫലം പറ്റാൻ നിങ്ങൾ. വിളറി വെളുത്ത് കാറ്റിൽ കുനിഞ്ഞ് തലയാട്ടി ഒഴിഞ്ഞു നിൽക്കുന്ന നിങ്ങൾ. എൻ്റെ തോട്ടത്തിലെ പൂവിൻ്റെ ചോപ്പിന് പക്ഷിശാസ്ത്രക്കാരൻ്റെ ചോര പോലും. വിജയാഹ്ലാദത്തിൻ്റെ താളത്തിൽ ഇനി ആ പക്ഷികൾ, അവയുടെ മിനുമിനുത്ത വെളുവെളുത്ത പള്ളയിൽ ഈ കൂരമ്പ്. പക്ഷേ അവ എവിടെ? കുന്നുകളും മലകളും കടന്നു പോയി കാണും. പെട്ടെന്ന് ചുറ്റുമുള്ള പൂക്കളിൽ നോക്കി. ഈ വെള്ളപ്പൂക്കൾ നിറം മാറുന്നോ? ഇവ ചുവക്കുന്നോ? ക്രമേണ വെള്ളപ്പൂക്കൾ ചുവന്നു തുടങ്ങി. ചുവപ്പ് കൂടുന്നോ? ഉടമയുടെ പരിഭ്രാന്തിയിൽ വർദ്ധിച്ചു വരുന്ന ചുവപ്പ്. അയാൾ അമ്പരന്ന് നാലുപാടും താളാത്മകമായി ഓടി നടുവിലെത്തുന്നു. അപകടമായി എന്ന് അയാൾക്ക് മനസ്സിലായി. എല്ലാം നശിപ്പിക്കുന്ന അപകടം, അത് തന്നെയും വിഴുങ്ങുമെന്ന് അയാൾ മനസ്സിലാക്കി. അയാളുടെ അഹങ്കാരം പമ്പ കടന്നു. അയാൾ അമ്പരന്ന് ഒടുവിൽ രക്ഷപ്പെടാനെന്ന വണ്ണം ഓടി മറയുന്നു. അകത്ത് പക്ഷിശാസ്ത്രക്കാരൻ്റെ ദയനീയമായ വിലാപം നേർത്ത സംഗീതമായി കേൾക്കാം. അല്പം കഴിഞ്ഞ് ചുണ്ടിൽ നെൽക്കതിരുമായി കിളികൾ പറന്നൊഴുകിയെത്തുന്നു. കിളികൾ: ഫലം പറയും ശാസ്ത്രക്കാരാ, പക്ഷിശാസ്ത്രക്കാരാ, മലയോരത്തന്തിയുറങ്ങും മലദേവാ, വാ നീ. ചുറ്റും പറന്നു ചെന്ന് നോക്കുന്നു. പക്ഷിശാസ്ത്രക്കാരനെ കാണാത്തതിനാൽ ആകാംക്ഷ അനുഭവപ്പെടുന്നു. ദുഃഖിതരായി തിരിച്ചു വന്ന് അന്യോന്യം നോക്കിയിരിക്കുന്നു. ഒരു കിളി: ഗുരു നമ്മെ തിരക്കി ഇറങ്ങിയതാണോ? കിളികൾ: അതുമാവാം. ഒരു കിളി: നാടും നഗരവും കാടും മേടും അലഞ്ഞു പറന്ന് രസിച്ച് നമ്മൾ.
അപ്പോൾ നമ്മുടെ താതൻ ആരും തുണയില്ലാതെ ഒറ്റയ്ക്ക് താതന്നാ വിളിക്കണത് കേട്ടോ, അച്ഛനാ വിളിക്കണത്. കിളികൾ ചുറ്റും പറന്നു നടന്നു. എവിടെ തിരിയും താതാ, ജീവജലത്തിനുറവേ, തണലും ചൂടും തന്നവനെ, തളിരാൽ കൂടുമെടഞ്ഞവനെ. അദ്ദേഹത്തെ അന്വേഷിക്കുകയാണ് അവരുടെ പ്രാണനാണത്. ചുറ്റും ചുവന്ന പൂക്കൾ കണ്ടിട്ട് അമ്പരന്നു. അതാ വെള്ളപ്പൂക്കളെല്ലാം ചുവന്നിരിക്കുന്നു. എന്തൊരു ചുവപ്പ്! അമ്പരപ്പോടെ അവർ അത് നടന്നു കാണുന്നു. ഒരു കിളി, പാടത്തിനുടമ കൂരമ്പുമായി ഓടി നടന്നത് കണ്ടില്ലേ? കണ്ടു. അപ്പോൾ പറന്നുയർന്ന നമ്മൾ പാടിപ്പോയില്ലേ? ഇനി അവൻ ഇതുവഴി വന്നോ? തിരുഹൃദയം മുറിവേറ്റോ? ഇവിടെയും ബൈബിളിൻ്റെ ഒരു സ്പർശം ഉണ്ട്. തങ്ങളുടെ ഗുരുവിനെ മുറിപ്പെടുത്തിയോ എന്നാണ്. വേണ്ട, അവൻ നിങ്ങളിലൊരുവൻ. തിരുഹൃദയം മുറിവേറ്റോ? കിളികൾ വേദനയോടെ ഗുരുവേ ഗുരുവേ. ഒരു കിളി, താതാ. ഒരു കിളി, ഉടമയായത് എപ്പോഴെന്നറിയില്ലേ? അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളെക്കുറിച്ച് സംസാരിക്കുകയാണ്. അറിയാം, അവൻ കൂട്ടം തെറ്റിയപ്പോൾ, തിളങ്ങുന്ന നാണയം കണ്ടപ്പോൾ, സ്വർണ്ണച്ചിറക് സ്വയം അറുത്തെറിഞ്ഞപ്പോൾ. ഇവിടെയും ആ ഗുരുവിനെ ചതിച്ച ആ യൂദാസിൻ്റെ ഒരു പരാമർശം നമുക്ക് പറയാം. ഒരു കിളി ഗുരുമുഖത്ത് സൂക്ഷിച്ചു നോക്കി. അവൻ തള്ളിപ്പറഞ്ഞു, ചങ്ങലക്കിടാൻ ഉത്തരവുമായി. ഗുരു ശപിച്ചു. അത് പൂർവ സംഭവങ്ങളാണ് കേട്ടോ പറയണത്. ഗുരുവിനെ ചങ്ങലക്കിടാൻ അവൻ പറഞ്ഞു. ഗുരു അവനെ ശപിച്ചു. അവൻ്റെ ചിറകുകൾ അറുത്തെറിഞ്ഞു. ആ പ്രതികാരം തീർക്കാൻ കൂരമ്പുമായി അവൻ തക്കം പാർത്ത് നടക്കുകയായിരുന്നോ? പിറകിൽ ഒരു ഉയർന്ന തലത്തിൽ ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രക്കാരൻ്റെ ദയനീയ വിലാപം. പക്ഷിശാസ്ത്രജ്ഞൻ, എന്തു വേദന ഈ ജീവിതം, കാരണമില്ലാത്ത ദുഃഖം എനിക്കും എല്ലാവർക്കും. ഹോ, ഈ ദുഃഖത്തിന് അവസാനമില്ല. സ്വന്തം ദുഃഖം മാത്രമല്ല, ഈ ലോകം മുഴുവൻ വേദനിക്കുന്നു. ദുഃഖങ്ങളാലും സങ്കടങ്ങളാലും പകയും പ്രതികാരവും മൂലം. കിളികളെല്ലാം അത് കേട്ട് ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ഓടുന്നു. ദൂരെ നിന്ന് ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രക്കാരനെ കണ്ട ഭാവം. അദ്ദേഹം ധ്യാനത്തിൽ. അതാ ആ മാറിൽ തറച്ചിരിക്കുന്നു കൂരമ്പ്. ശരീരമെല്ലാം കൂരമ്പ്. കൂരമ്പിൽ നിന്ന് ധ്യാനം. ഏതു ഭാരതയുദ്ധം തീർന്നു കാണാൻ? ഭീഷ്മർ, ഏത് ഭാരതയുദ്ധം തീർന്നു കാണാൻ അങ്ങ് തപമിരിക്കുന്നു? ഇവിടെ ഒറ്റ കക്ഷിയല്ലേയുള്ളൂ കൗരവർ, മറ്റുള്ളവർ എന്നും വനത്തിൽ തന്നെയല്ലേ? ഭീഷ്മരുടെ ജീവിതമാണ് പരാമർശിക്കുന്നത്. കൗരവരുടെ ആദ്യത്തെ സേനാപതിയായിരുന്ന ഭീഷ്മർ, അദ്ദേഹം യുദ്ധഭൂമിയിൽ വീഴുന്നു, ശരശയ്യയിൽ കിടക്കുന്നു. മഹാഭാരത യുദ്ധം കഴിയുന്നത് വരെ അദ്ദേഹം കാത്തിരിക്കുന്നു. അർജുനൻ്റെ, പാണ്ഡവരുടെ, തൻ്റെ ശത്രുപക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്തവരുടെ വിജയത്തിന് വേണ്ടി. ഇവിടെ കിളികൾ പറയുന്നു, ഇവിടെ രണ്ട് പക്ഷമില്ല, ഒരു പക്ഷമേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം കൂരമ്പുമായി ആരുടെ വിജയം കാണാനാണ് കാത്തിരിക്കുന്നത്? അദ്ദേഹം എന്തോ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. വീണ്ടും ഒരു സൂചന, ഇവിടെ ഒറ്റ കക്ഷിയല്ലേയുള്ളൂ കൗരവർ, മറ്റുള്ളവർ എന്നും വനത്തിൽ തന്നെയല്ലേ എന്നാണ്. നന്മയില്ല എന്നാണ്. കൗരവപക്ഷം മാത്രമാണുള്ളത് എന്നുള്ള സൂചനയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ധ്യാനത്തിൽ വിലപിക്കുന്ന ഗുരുവിനെ തൊട്ടുണർത്താം. അതെ, ആ കൂരമ്പുകൾ നമുക്ക് വലിച്ചൂരാം. സാവകാശം അകത്തേക്ക് പോകുന്നു. അല്പം കഴിഞ്ഞ് ദേഹം മുഴുവൻ കൂരമ്പ് തറച്ച പക്ഷിശാസ്ത്രക്കാരനെ എല്ലാവരും കൂടി താങ്ങിക്കൊണ്ടുവരുന്നു. പക്ഷിശാസ്ത്രജ്ഞൻ എവിടെയോ വേദനിക്കുന്നു. കൂട്ടം തെറ്റിയവനെ കാണാത്ത ദുഃഖം. ഇപ്പോഴും അദ്ദേഹം നോക്കൂ, ഈ അവസ്ഥയിലും അന്വേഷിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെയാണ്. ആ വേദന ഞങ്ങളും പങ്കിടട്ടെ. ഈ കൂരം പെയ്ത കാട്ടാളൻ, അവനെ നമുക്ക് കൊത്തി തിന്നാം. പക്ഷിശാസ്ത്രജ്ഞൻ, വേണ്ട, അവൻ നിങ്ങളിലൊരുവൻ, സ്വയം ചിറകറുത്തെറിഞ്ഞവൻ, പാടത്തിനുടമയാവാൻ. പാടത്തിനുടമ നമ്മുടെ കൂട്ടുകാരനോ? അതെ, നിങ്ങളുടെ ചിറകരിയാൻ തക്കം പാർത്ത് കഴിയുന്നവൻ. അവൻ അങ്ങയെ ഈ കൂരമ്പുകൾ എയ്തു മുറിച്ചു. ഇനി ആർക്കും പുതിയ ചിറകുകൾ നൽകാനാവില്ലല്ലോ. ഗുരുവിനെ തന്നെ ഇല്ലാതാക്കി, ഈ ലോകത്തിൻ്റെ വെളിച്ചം തന്നെ നഷ്ടപ്പെടുത്തി. ഇപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, കാരണം പുതിയ കാലത്തിൽ പുതിയ രൂപത്തിൽ അവൻ്റെ ഭാവങ്ങളെല്ലാം മാറിയിരുന്നു.
തങ്ങളുടെ പഴയ ചങ്ങാതിയാണ് അവനെന്ന് അവർക്ക് തിരിച്ചറിയാൻ ഇപ്പോഴാണ് സാധിച്ചത്. നമുക്ക് ഈ കൂരമ്പുകൾ ഊരാം. പക്ഷിശാസ്ത്രക്കാരനെ ഉയർന്ന തലത്തിലിരുത്തി എല്ലാവരും ചുറ്റും നിന്ന് കൂരമ്പുകൾ ഊരുന്നു. അല്പം കഴിഞ്ഞ് തല നിവർന്ന് അമ്പരന്ന് പരസ്പരം നോക്കുന്നു. അപ്പോൾ കഴുത്തു മുതൽ കീഴോട്ട് വീതിയുള്ള ചുവന്ന വര കാണാം അവരുടെ വയറ്റിൽ. അവരുടെ വയറും ചുവന്നു തുടങ്ങി. ഒരു കിളി, നിന്റെ ചിറകിനുള്ള ചുവന്നല്ലോ, മിനുമിനുത്ത അടിവയർ ചുവന്നല്ലോ. ഓരോരുത്തരും ചുറ്റുള്ളവരെ ഇങ്ങനെ പറയുന്നു. വെള്ളപ്പൂക്കൾ ചുവന്നേ, വെള്ളത്തൂവൽ ചുവന്നേ, വെള്ളപ്രാവ് കരഞ്ഞേ, വിണ്ണിൽ കഴുകൻ ഉണർന്നേ. കഴുകൻ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന സ്വാർത്ഥമായ മോഹങ്ങൾ. ആ ശരങ്ങൾ കൊണ്ട് ഇവിടെ ഒരു ശരശയ്യൊരുക്കൂ, ഞാൻ വിശ്രമിക്കട്ടെ. നേരത്തെ പറഞ്ഞ ഭീഷ്മരുടെ ജീവിതം. കിളികൾ ശരശയ്യ ഒരുക്കുന്നു, പക്ഷിശാസ്ത്രക്കാരൻ അതിന് ശയിക്കുന്നു. മഹാഭാരത കഥയുടെ രണ്ടാമത്തെ സൂചനയാണത്. നേരത്തെ ഒരെണ്ണം ഞാൻ അക്ഷയപാത്രത്തിൻ്റെ സൂചിപ്പിച്ചിരുന്നു. കിളികൾ ദയനീയമായി വിലപിക്കുന്നു. നിമിഷങ്ങൾക്കകം ഉടമ ജീവരക്ഷാർത്ഥം ഓടിയെത്തുന്നു. അതിനായിരിക്കാം ആ ഗുരു കാത്തിരുന്നത്, അല്ലേ? നഷ്ടപ്പെട്ടു പോയ തൻ്റെ കുഞ്ഞാടിനെ തിരിച്ചു കിട്ടാൻ. കിളികളുടെ ചിറകിനുള്ളിൽ അഭയം തേടുന്നു ഉടമ. കൂട്ടരെ, എൻ്റെ തോട്ടത്തിലും പൂക്കൾ ചുവന്നു, എങ്ങും ചുവന്ന നക്ഷത്രങ്ങൾ തുറിച്ചു നോക്കുന്നു, എനിക്ക് പേടിയാകുന്നു. ഒരു കിളി, ഇണക്കുരുവി വരൂ, നമുക്ക് പറക്കാം. ഉടമ, എനിക്ക് ചിറകില്ലല്ലോ, ഞാൻ തന്നെ അവ അറുത്തെറിഞ്ഞില്ലേ ഉടമയാകാൻ, കൂരമ്പെന്താൻ. വിലപിക്കുന്നു കിളികൾ. നിനക്ക് ചിറകുകൾ ഞങ്ങൾ തരാം, സ്വർണ്ണച്ചിറകുകൾ, സ്വപ്നങ്ങൾ, വരൂ. ഉടമ പ്രതീക്ഷയും ആഹ്ലാദവും മൂലം ചുറ്റും നോക്കി. വീണ്ടും പൂക്കൾ വെളുത്തത് കണ്ട്, ഹാ, ചുവന്ന പൂക്കൾ വെളുക്കുന്നു, എല്ലാം പളുങ്കുപോലെ വെളുത്ത പൂക്കൾ. കൂട്ടരെ, എനിക്കെൻ്റെ സ്വർണ്ണച്ചിറക് തരൂ, നമുക്ക് പറക്കാം. അവസാനം എന്താണ് സംഭവിച്ചത്? ലോകത്തെ മുഴുവൻ ചുട്ടരിക്കുന്ന സ്വാർത്ഥത, സ്വാർത്ഥമോഹങ്ങൾ, മനുഷ്യരുടെ സ്വാർത്ഥ ലാഭങ്ങൾ. പക്ഷെ അവനും ഭയക്കുന്നു, നാശം കണ്ട് പേടിക്കുന്നു. അവനും നന്മയിലേക്ക്, തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. അപ്പോഴേക്കും ഗുരുവിന് പ്രാണൻ നഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും അവൻ്റെ കൂട്ടുകാർ അവനെ ചേർത്ത് പിടിക്കുന്നു. അതോടെ ആ ചുവപ്പ് മാറുന്നു, ഹിംസയുടെ ചുവപ്പ് നിറം മാറുന്നു, പഴയ വെള്ള നിറം എല്ലാവർക്കും തിരിച്ചു കിട്ടുന്നു. ഗുരുവിന് തൻ്റെ പ്രാണൻ നഷ്ടപ്പെടുന്നു. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയും അദ്ദേഹം ലോകത്തിൽ സമാധാനവും ശാന്തിയും വീണ്ടെടുക്കുന്ന സുന്ദരമായൊരു ലോകം സൃഷ്ടിക്കുന്നു. നേരത്തെ പറയുന്നുണ്ടല്ലോ, നിന്നെ ഞാൻ കൊല്ലും എന്ന് ഉടമ പറയുമ്പോൾ ഗുരു പറയുന്നുണ്ട്, ഞാൻ മരിച്ചാലും കാര്യമില്ല, ഈ വെള്ളപ്പൂക്കൾ മൊട്ടായിരിക്കുമ്പോഴേ എൻ്റെ ആശയങ്ങൾ അറിഞ്ഞവരാണ് എന്നാണ്. ഈ ദർശനങ്ങളൊക്കെ ഇവിടെ വീണിട്ടുണ്ട്, ഞാനില്ലെങ്കിലും അതിവിടെ തുടരും. ഇപ്പോൾ പക്ഷിക്കുഞ്ഞിൻ്റെ മരണം കൊണ്ട്, പക്ഷിക്കുഞ്ഞിൻ്റെ മരണം ഉടമയുടെ മരണമാണ്. അയാൾ വീണ്ടും നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അതോടൊപ്പം പക്ഷിശാസ്ത്രജ്ഞൻ തൻ്റെ ജീവൻ നൽകി ഈ ഭൂമിയിൽ ശാന്തിയും സമാധാനവും പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്തത്. തൻ്റെ അനുയായികളിലൂടെ ഇവിടേക്ക് നന്മ പടർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ചോദ്യോത്തരങ്ങൾ. 1. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണ്? ചില പരിസ്ഥിതി പ്രശ്നങ്ങളാണ് ഈ നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. വനനശീകരണമാണ് അതിൽ പ്രധാനം. മരങ്ങൾ ഇല്ലാതാകുന്നതോടെ പ്രകൃതിയിലെ ജീവജാലങ്ങളും നേരിടുന്ന പ്രതിസന്ധികളാണ് പ്രധാനമായും അവതരിപ്പിക്കുന്നത്. അരുവികൾ, തോടുകളൊക്കെ വറ്റിപ്പോകുന്നു, അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നു, പക്ഷികൾക്ക് മാത്രമല്ല ചരാചരങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും താമസിക്കാനുള്ള സ്ഥലവും ഇല്ലാതാകുന്നു. കിളികൾ ദൂരെ ദൂരെ തീറ്റ തേടി അലയുന്നു. ജീവജാലങ്ങൾ ഭക്ഷണം തേടി മറ്റൊരിടത്തേക്ക് പോകുന്നു. മറ്റൊന്ന്, അധ്വാനിക്കുന്നവരും ഉടമസ്ഥരെയും നമുക്ക് കാണാം. ആ കിളികളെല്ലാം അധ്വാന വർഗത്തിൻ്റെ പ്രതിനിധികളാണ്. ഉടമയാകട്ടെ മറ്റുള്ളവരുടെ അപ്പം തിന്ന് വീർക്കുന്നവനാണ്. സ്വന്തക്കാരെ തന്നെ വഞ്ചിച്ചവർ, കൂട്ടത്തിലുള്ളവരെ തന്നെ ചതിച്ചും ദ്രോഹിച്ചും സ്വത്ത് സമ്പാദിക്കുന്നവർ, സ്വയം ചിറകറുത്തെറിഞ്ഞവർ. അങ്ങനെയാണ് അവൻ പാടത്തിനുടമയായത്. എല്ലാ നന്മയും കളഞ്ഞ് അഹങ്കാരിയായി തീർന്ന മനുഷ്യരുണ്ട്. അതുപോലെ വെളുത്ത പൂക്കൾ ചുവക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അനീതിക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ ആ വെളുപ്പ് ചുവപ്പായി മാറുന്നുണ്ട്. അത് കണ്ട് ഭയന്നിട്ടാണ്
ഉടമ മനം മാറുന്നതും. എതിരാളികളെ ഇല്ലാതാക്കാം എന്ന ചിന്തയെ എതിർക്കുന്നുണ്ട് ഈ നാടകം. കാരണം ശത്രുവിനെ കൊല്ലരുതെന്നാണ് പറയണത്. ഗുരു എന്താ പറഞ്ഞത്? അരുതേ എന്നാണ്. അവന് ഉപദ്രവിക്കരുതേ, അവനും എൻ്റെ കുഞ്ഞാണ് എന്ന് അഹിംസയുടെ വലിയ ദർശനം കൂടി നാടകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രക്കാരൻ, ഉടമ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം ചില മനോഭാവങ്ങളെയും ജീവിതാവസ്ഥകളെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ നാടകത്തിൻ്റെ സമകാലിക പ്രസക്തി, ഇന്ന് ഈ നാടകത്തിന് എന്തെങ്കിലും വിലയുണ്ടോ എന്നതാണ് ചോദ്യം. സമകാലിക പ്രസക്തി. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ പക്ഷിശാസ്ത്രക്കാരനും ഉടമയും കിളികളുമാണ്. വെട്ടിത്തെളിച്ച വനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സംഭവങ്ങൾ നടക്കുന്നത്. മരങ്ങൾ നശിപ്പിച്ചപ്പോൾ കിളികൾക്ക് കൂടുകൂട്ടാൻ പോലും സ്ഥലമില്ല. കാട്ടിലെ നദികളെല്ലാം വറ്റിപ്പോയി, കിളികൾക്ക് ഭക്ഷണമില്ല. ഇതിലൊക്കെ വേദനിക്കുന്നു പക്ഷിശാസ്ത്രക്കാരൻ. അതുകൊണ്ട് ഭക്ഷണം തേടി ദൂരേക്ക് കിളികളെ പറഞ്ഞയക്കുന്നു. ഇനി ഒപ്പം നടന്ന് വഴിമുടക്കി കടന്നുപോയ ഒരുത്തൻ കെണിയൊരുക്കി കാത്തിരിക്കുന്നു. അതും അവർക്കറിയാം. ചോര പരുത്, ഹിംസ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ചതിക്കാനിരിക്കുന്നവനെയും ഉപദ്രവിക്കരുത്, സ്നേഹിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. സ്നേഹത്തിൻ്റെയും അഹിംസയുടെയും സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. പച്ചക്കാടിനെയും നദികളെയും മലകളെയും മനുഷ്യരെയും ധ്യാനിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരോടും കരുണ കാണിക്കണം എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഇനി തിളങ്ങുന്ന നാണയം കണ്ടപ്പോൾ സ്വർണ്ണച്ചിറക് അറുത്ത് കളഞ്ഞ് കൂട്ടുകാരെ ഉപേക്ഷിച്ചു പോയ ഉടമ വഞ്ചിക്കുന്നവരുടെ പ്രതിനിധിയാണ്. കുലംകുത്തികളുടെ. അയാൾ എല്ലാത്തിൻ്റെയും ഉടമ താനാണെന്ന് ഭാവിക്കുന്നു. പക്ഷിശാസ്ത്രക്കാരനെ അവൻ മുറിവേൽപ്പിക്കുന്നു. വിശക്കുമ്പോൾ നെല്ല് തിന്നാൻ വരുന്ന കിളികളെ അമ്പെയ്ത് മുറിവേൽപ്പിക്കുന്നു. എല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സ്വാർത്ഥനായ മനുഷ്യൻ്റെ പ്രതീകമാണ് ഉടമ. ആർത്തിയാണ് അയാളെ അതിലേക്ക് വഴി നടത്തുന്നത്. സ്വന്തം കൂട്ടുകാരെ തന്നെ പറ്റിച്ച് ഉടമയായതാണ് അയാൾ. എന്നാൽ വെളുത്ത പൂക്കൾ ചോര കൊണ്ട് ചുവപ്പാകുന്നു. അത് ഉടമയുടെ ഹിംസയെ, അയാളുടെ കൊലപാതക ശ്രമങ്ങളെ സൂചിപ്പിക്കുന്നു. ഉടമയുടെ മനസ്സ് മാറുന്നതും അവസാനത്തിൽ നമുക്ക് കാണാം. തിരിച്ചറിവുണ്ടായ അയാൾ സ്വർണ്ണച്ചിറക് തിരിച്ചു കിട്ടാനും കിളികളോടൊപ്പം പറക്കാനും ആഗ്രഹിക്കുന്നു. പരിസ്ഥിതിയെ ദ്രോഹിച്ചാൽ മനുഷ്യന് നിലനിൽപ്പില്ലെന്നും അതുകൊണ്ട് തന്നെ സത്യം തിരിച്ചറിഞ്ഞ് പ്രകൃതിയെ ചേർത്ത് നിർത്തണം എന്നുമുള്ള സന്ദേശമാണ് ഈ നാടകം നമുക്ക് നൽകുന്നത്. അടുത്ത ചോദ്യം, ചിറകുവെച്ച ചിന്തകൾ, തീ പിടിച്ച സ്വപ്നങ്ങൾ, ഇത്തരം പ്രയോഗങ്ങളുടെ പ്രത്യേകത. ചിറകുവെച്ച ചിന്തകൾ. ചിന്തകൾക്ക് ചിറകു വെച്ചു എന്ന് പറഞ്ഞാൽ അതിരില്ലാത്ത ഭാവനയാണ്. ധാരാളം കാര്യങ്ങൾ ആലോചിക്കുന്നു. ചിന്തകൾക്ക് അതിരില്ല. എത്ര വേണമെങ്കിലും നമുക്ക് ആലോചിച്ച് കൂട്ടാം. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ചിന്തകൾ കൊണ്ട് പോകാൻ സാധിക്കും. തീ പിടിച്ച സ്വപ്നങ്ങൾ, തീവ്രമായ ആഗ്രഹങ്ങൾ, അതിയായ ആഗ്രഹങ്ങൾ എന്നാണ്. മാത്രമല്ല അത് നടക്കുന്നുമില്ല, അല്ലേ? സ്വപ്നങ്ങൾ നടക്കുന്നുമില്ല എന്നാണ്. സ്വപ്നങ്ങളാണ് ഒരു മനുഷ്യനെ നിലനിർത്തുന്നത്, നല്ലത് സംഭവിക്കും എന്നുള്ള പ്രതീക്ഷകൾ. പക്ഷേ ഇവിടെ സ്വപ്നങ്ങൾക്ക് തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഭ്രാന്തമായ അവസ്ഥയാണ്. സ്വപ്നങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ആരൊക്കെയോ ചേർന്ന് സ്വപ്നങ്ങൾ ഇല്ലാതാക്കുന്നു എന്നുള്ള ആ വേവലാതിയാണ് അവിടെ ആ പ്രയോഗത്തിൽ കാണുന്നത്. അന്ധത ഏറി വരുന്തോറും അകത്ത് പ്രകാശം. അത് ഉൾക്കാഴ്ചയാണ്, അല്ലേ? അകക്കണ്ണിൻ്റെ കാഴ്ചയെക്കുറിച്ചാണ്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അറിവ് കൂടുന്തോറും കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഗ്രഹിക്കാനും പ്രവചിക്കാനും പക്ഷിശാസ്ത്രജ്ഞന് കഴിയുന്നു. അങ്ങനെയുള്ള അന്ധത മാത്രമാണ് അയാൾക്കുള്ളത്. ഉള്ളിൽ അയാളെല്ലാം കാണുന്നുണ്ട്. വഴി പറഞ്ഞു കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും അദ്ദേഹമാണ്.